ദുബായ്, ഷാർജ, അജ്മാൻ എന്നീ എമിറേറ്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് യുഎയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരു സ്വപ്നമാണ്. എന്നാൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു. ഇങ്ങനെ ഒരു ബൃഹത് പദ്ധതി എന്ന് പറയുമ്പോൾ ഏകദേശം 600 കോടി ദർഹം ചെലവിട്ടുള്ള ഒരു പദ്ധതിക്ക് UAE അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഹൈവേസും മാസ് ട്രാൻസിറ്റുകളും ഫ്ലൈ ഓവറുകളും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഒരു വലിയ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അതോറിറ്റീസ് അറിയിച്ചിരിക്കുന്നത്. 68 കിലോമീറ്റർ ദൈർഘ്യത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ പ്രൊജക്ടിന്റെ ഇരു ദിശകളിലും 8 ലൈനുകളും 6 ലൈനുകളും ഒക്കെയുള്ള റോഡുകളാണുള്ളത്. പിന്നെ സിറ്റി സെന്ററുകളെയും മെട്രോ സ്റ്റേഷൻസിനെയും ഒക്കെ ഇത് കണക്ട് ചെയ്യുമെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം. യാത്രാ സമയം ഗണ്യമായി കുറയുമെന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പറയുന്ന കണക്കുകൾ അനുസരിച്ച് 30% മുതൽ 50% വരെ നമ്മുടെ ട്രാവൽ ടൈം കട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫ്യൂവൽ കൺസംഷൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണല്ലോ. അതും വളരെ നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ളതും ഏറ്റവും വലിയൊരു കാര്യം തന്നെ. ഇതിലൊക്കെ ഉപരിയായി അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഈ ഒരു സമയത്തും ഇതുപോലുള്ള വലിയ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കുന്നതും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതുമായ UAEയുടെ ഈ ഒരു പ്രതിജ്ഞാബദ്ധത ഇവിടെ താമസിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ ഒരു സാഹചര്യവും കടന്നു പോകുമെന്നും എല്ലാം സാധാരണ നിലയിലോ അതിലും മികച്ച രീതിയിലോ ആകുമെന്നുള്ളതിൻ്റെ സൂചനയായി തന്നെ നമുക്കിതിനെ കാണാം. UAEയിൽ ഇന്ന് വളരെ ശക്തമായ പൊടിക്കാറ്റിനും പൊടിപടലങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഉയരാനും സാധ്യതയുണ്ടെന്ന് NCMന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ റെസ്പിറേറ്ററി ഡിസീസസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് തന്നെയായിരിക്കും ഉചിതം. അല്ലെങ്കിൽ വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് മാത്രം പുറത്തു പോവുക. വൈകുന്നേരങ്ങളിലൊക്കെ താപനില ഗണ്യമായി കുറയാൻ സാധ്യതയുള്ളതുകൊണ്ട് രാത്രി പുറത്തു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ ധരിച്ച് പോകുന്നത് തന്നെയായിരിക്കും നല്ലതെന്നും ചില മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നു. ദുബായിലെ കിസൈസിൽ RTIയുടെ പുതിയൊരു രജിസ്ട്രേഷൻ സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ചെറിയ വാഹനങ്ങൾക്ക് വേണ്ടി 7 കൗണ്ടറുകളും മോട്ടോർ സൈക്കിളുകൾക്ക് വേണ്ടി ഒരു കൗണ്ടറും ഉണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ നൂതന സംവിധാനങ്ങളുള്ള വെഹിക്കിൾ രജിസ്ട്രേഷൻ സെൻ്ററാണ്. അപ്പോൾ ടെസ്റ്റിങ്ങിന് മറ്റ് സെൻ്ററുകളെ പ്രദേശത്ത് ആശ്രയിച്ചിരുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ഒരു പുതിയ സെൻറ്റർ. പ്രവർത്തന സമയം തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 7:30 തൊട്ട് രാത്രി 10:30 വരെയാണ്. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7 മണിക്ക് ഓപ്പൺ ആവും, ഉച്ചയ്ക്ക് ക്ലോസ് ചെയ്യും, പിന്നീട് 3 മണിക്ക് വീണ്ടും ആരംഭിക്കും. അത് രാത്രി 10:30 വരെയും തുടരും. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2026 ഏപ്രിൽ 7 ചൊവ്വാഴ്ച.